കോടികൾ മുടക്കിയ കായംകുളം കൃഷ്ണപുരം സാംസ്കാരിക ടൂറിസം കേന്ദ്രം കാട് പിടിച്ച് നശിക്കുന്നു. 2008 നിർമ്മാണം തുടങ്ങിയ ടൂറിസം പദ്ധതി ഇതുവരെ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. അധികൃതർ കൈയൊഴിഞ്ഞ പ്രദേശം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി സംഘങ്ങളുടെയും കേന്ദ്രമാണ്. ആലപ്പുഴ ജില്ലയുടെ തെക്കേറ്റമായ കൃഷ്ണപുരത്ത് മാലിന്യം നിറഞ്ഞ് കാട് മൂടിക്കിടന്ന അതിർത്തിച്ചിറ വൃത്തിയാക്കിയാണ് സാംസ്കാരിക ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2008 CK സദാശിവൻ MLA ആയിരുന്ന കാലത്താണ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായ ഗ്രന്ഥശാലയും ഓഡിറ്റോറിയവും അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാർക്കും ബോട്ടിങ്ങിനുള്ള കുളവും പിന്നീട് നിർമ്മിച്ചു. എന്നാൽ ഇതുവരെ പൂർണ്ണതോതിൽ പദ്ധതി പ്രവർത്തനക്ഷമമായിട്ടില്ല. പാർക്കിലെ കുളത്തിൽ വിനോദസഞ്ചാരികൾക്കായി പെഡൽ ബോട്ടുകൾ ഇറക്കുമെന്ന വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല. സാമൂഹ്യ വിരുദ്ധ ലഹരി മാഫിയ സംഘങ്ങളുടെ താവളമായി മാറിയ പ്രദേശത്ത് ഇതിനോടകം കുളത്തിൽ വീണുണ്ടായ മരണങ്ങളും നിരവധിയാണ്. ഏകദേശം 20 വർഷ കാലയളവാകുന്നു ഈ ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നിട്ട്. അന്നേരം ഈ നാടിൻ്റെ ആകമാനമുള്ള ഒരു വികസനം, സാധാരണക്കാർക്കുള്ള ജോലി മാർഗങ്ങൾ, ഈ കോട്ടയം പൊളിച്ചു മാറ്റി ഇവിടെ ഹൈവേക്ക് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചുറ്റുമതിലൊന്നും ഇല്ലാതെ സാമൂഹ്യ വിരുദ്ധരും അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ഈ വിഷക്കാർ സഹിതമുള്ളവർ വന്ന് ഇതിനകത്ത് കുളിക്കുകയാണ്. അതേപോലെ ആൾക്കാർ ഈ നാട്ടിലുള്ളവർ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ ഈ നമ്മുടെ അതിർത്തിച്ചിറയാണ് അവർ മനസ്സിലാദ്യം വരുന്നത്. അതേപോലെ തന്നെ വീട്ടിൽ നിന്നും കുട്ടികൾ പറയാതെ വന്ന് ഇവിടെ കുളിച്ച് അങ്ങനെ അപകട മരണങ്ങൾ സംഭവിക്കുന്നു. ആദ്യകാലത്ത് ഗ്രന്ഥശാല കുറച്ചുനാൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും കാട് കയറിയ പ്രദേശത്ത് ഇന്ന് അതും നിർജ്ജീവമാണ്. വാളേന്ത്യ പഠന ശില്പം പാർക്കിന് നടുവിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അനാച്ഛാദനം ചെയ്തിട്ടില്ല. കോടികൾ മുതൽ മുടക്കി പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും പിന്നീട് അതെല്ലാം പൊളിച്ചു നീക്കി. പാർക്ക്, കുളം, അനുബന്ധ കെട്ടിടങ്ങൾ എന്നിവ 6 വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. കായംകുളത്തിന് തിലകക്കുറിയായി മാറുന്ന ഈ വികസന കാഴ്ചപ്പാടിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അധികൃതരുടെ സമീപനങ്ങൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാണ്. പാർക്ക് നവീകരിച്ച് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കിയാൽ അത് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ പുത്തൻ അടയാളപ്പെടുത്തലായി മാറുമെന്നിരിക്കെ ഇനി കണ്ണു തുറക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ മാത്രമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോടികൾ മുടക്കിയ പദ്ധതി പാതി വഴിയിൽ നിൽക്കുമ്പോൾ പ്രദേശവാസികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. പദ്ധതികൾ എന്ന് പറയുന്ന പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു വരുന്നു, ഫ്ലെക്സുകളിൽ കയറി വരുന്നു. ആദ്യം തന്നെ പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ ഒരു 20-30 ഫ്ലെക്സുകൾ അവിടെ അടിച്ചു വെക്കുന്നു. ഈ ഫ്ലെക്സുകൾ കാട് മൂടി പോകുന്നതല്ലാതെ ആ പദ്ധതികൾ നിലവിൽ വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ദുഃഖങ്ങളോ വീട്ടിൽ ഫോണുമായി സംബന്ധിച്ച വഴക്കുകളോ ഉണ്ടാവുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്ന സ്ഥലം ഈ ഒരു കുളമാണെന്നുള്ളതാണ്. അവർ ആത്മഹത്യക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നൊരു സ്ഥലവും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് ഇടതാവളമായി മാറുന്നു. ഇവിടെ പല ഡെവലപ്മെൻറ്റ്സ് നടത്തുമെന്നുള്ള രീതിയിൽ ഈ പണിത കെട്ടിടങ്ങളുടെ ഭാഗികമായിട്ട് ഇടിച്ചു പൊളിക്കുകയും വീണ്ടും എന്തൊക്കെയോ ഇവിടെയൊക്കെ കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇവിടെ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. ഈ അവസാന സമയത്തും ഈ പൂളിന് ഈ തടാകത്തിന് ചുറ്റുമായിട്ട് നടപ്പാതയും അതുപോലെ ആളുകൾക്ക് വിശ്രമിക്കുന്നതിനുള്ള സജ്ജീകരണവും ഒക്കെ ഇവിടെ ഒരുക്കിയതാണ്. വീണ്ടും അത് ഈ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള രീതിയിൽ ഈ മതിലുപണിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ഇടിച്ചു നിരത്തി ആളുകൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും തുടർന്നും ഈ പ്രവർത്തനങ്ങൾ നടത്തി ഇത് ഒരു പ്രവർത്തന സജ്ജമാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിനോടുള്ള വിശ്വാസം തീർത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, 2008 ആരംഭിച്ച പദ്ധതി പക്ഷേ 16 വർഷങ്ങൾ പിന്നിട്ടിട്ടും എങ്ങും എത്തിയില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ. എന്താണ് ഈ പദ്ധതി ഇങ്ങനെ അനന്തമായി നീളുവാൻ കാരണം? CK സദാശിവൻ MLA ആയിരുന്ന ഘട്ടത്തിലാണ് 2008 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതായത് CK സദാശിവൻ വിഭാവനം ചെയ്തൊരു പദ്ധതിയായിരുന്നു ഇത് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നാലെ എത്തിയ MLA-മാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇത്തരത്തിലേക്ക് നീണ്ട കാലയളവിൽ ഈ പദ്ധതി മുടങ്ങിപ്പോകാനൊരു കാരണമായി നാം മനസ്സിലാക്കേണ്ടത്. ഘട്ടത്തിൽ CK സദാശിവൻ ഉൾപ്പെടെ നമ്മൾ സംസാരിക്കുന്ന കാര്യമെല്ലാം ഉണ്ടായിരുന്നു. ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിക്കുന്നത് തന്നെയാണ് ശങ്കർ മ്യൂസിയം. ഇതിനൊരു സമീപത്താണ് ശങ്കർ മ്യൂസിയം ഉള്ളത്. പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ശങ്കർ മ്യൂസിയം ഉള്ളത്. ആ
ശങ്കറിൻ്റെ മ്യൂസിയം ആരംഭിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ സമീപത്ത് ഈ കുളം ഉൾപ്പെടെ വൃത്തിയാക്കിക്കൊണ്ട് അതൊരു മാലിന്യ കേന്ദ്രമായിരുന്നു, മാലിന്യ കൂമ്പാരമായിരുന്നു. ആ പ്രദേശത്തെ മൊത്തം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു. പക്ഷേ അതെല്ലാം വൃത്തിയാക്കി ഒരു പദ്ധതി ആരംഭിച്ചു. പെഡൽ ബോട്ട് സംവിധാനം ഉൾപ്പെടെ അവിടെ ആദ്യഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അതിന് പിന്നാലെ എത്തിയ അടുത്ത ഘട്ടത്തിലെത്തിയ MLA-മാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു അലംഭാവം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പദ്ധതി വലിയ വിജയകരമായി മുന്നോട്ട് പോകാൻ ഒരു തടസ്സമായി നിൽക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്കറിയാൻ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് DTPC, അതായത് ജില്ലാ ടൂറിസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട്. 3 കോടി രൂപ അതിലേക്ക് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും വളരെ വിശാലമായൊരു പ്രദേശമാണ് അത്. ആ ടൂറിസം മേഖലയ്ക്കകത്ത് തന്നെ അത് കേരളത്തിനും ഒപ്പം ആലപ്പുഴ ജില്ലയ്ക്കും അഭിമാനകരമാകുന്ന തരത്തിലേക്കൊരു ടൂറിസം പദ്ധതിയായി മാറേണ്ടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത് എത്രയും വേഗം ഇതിൻ്റെ പുനർ നടപടികൾ അധികൃതർ സ്വീകരിച്ച് കേരളത്തിനകത്ത് തന്നെ ടൂറിസം മേഖലയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവുന്ന ഈ പദ്ധതിയെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ഇത് പുനർജീവനിലേക്കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. കോടികൾ മുടക്കിയ പദ്ധതിയാണ് കായംകുളം കൃഷ്ണപുരം സാംസ്കാരിക ടൂറിസം കേന്ദ്രം. ഇതാണിപ്പോൾ കാട് പിടിച്ച് നശിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് അജയ് നാഥ്.